ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേറ്റ്സ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതും മിക്സിയിലാണ്. ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പം കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, നമുക്ക് ഓവണും ബീറ്ററും ഒന്നുമില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് അളവനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ സമ്മാനങ്ങളുടെ കാര്യം അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 20 ഈന്തപ്പഴം വരും കേട്ടോ. അപ്പോൾ നല്ല ഈന്തപ്പഴം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കണം കേട്ടോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെറിയതായിട്ട് മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. അധികം അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനേക്കാളും നമുക്കിത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഇവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ബ്രൗൺ ഷുഗർ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട, സാധാ പഞ്ചസാര മതി കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ കാരമൽ ചെയ്യുന്നത് കുറച്ച് കളറിലാണ് കേട്ടോ. നിങ്ങൾ ഇതിനേക്കാളും കുറച്ചും കൂടി കളറിൽ വേണം തീ കുറച്ച് വെച്ച് കാരമൽ ചെയ്യാൻ. പലർക്കും കാരമൽ ചെയ്യാൻ അറിയില്ല. അത് ആദ്യം നമ്മൾ സാധാ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്തിരി തീ കൂട്ടി വെച്ച് ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ തീ കുറച്ച് വെച്ച് കാരമൽ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ തീ കുറച്ച് വെച്ച് പതുക്കെ ഒന്ന് കാരമൽ ചെയ്തെടുത്താൽ മതി. ഞാൻ ഇവിടെ ചെറിയൊരു കളറായപ്പം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇവിടെ കളറ് കുറച്ച് മതിയെന്ന് മക്കൾ പറഞ്ഞതുകൊണ്ടാണ്. നമ്മൾ വെളിയിൽ ചെയ്ത് കൊടുക്കുന്ന കേക്കാണെങ്കിൽ നമ്മൾ ഇത്തിരി കൂടെ കളറാവണം കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ഇത് നല്ലൊരു കളർ കിട്ടണം കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല, നല്ലൊരു കളർ കിട്ടണം. പിന്നെ നമ്മൾ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത ശേഷം നമ്മളിതിലേക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു ഡേറ്റ്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1/4 കപ്പ് വെള്ളം ചേർത്തപ്പോൾ രണ്ടാമത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ 2 പ്രാവശ്യം ചേർത്ത വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ചേർക്കേണ്ടത് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. 1/2 കപ്പ് 1/4 കപ്പിനകത്ത് ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. അതിനുശേഷം ആ ഒരു ഡേറ്റ്സ് നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടണം കേട്ടോ. അവൻ്റെ ആ ഒരു കുറുകി വരണം കേട്ടോ. ആ ഒരു കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് നമുക്കിനി ഇതിനെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്കിതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് മൈദ അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടില്ല, അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് 2-3 പ്രാവശ്യം അരിക്കുക. ഞാൻ ഇവിടെ 1 പ്രാവശ്യം അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 ഗ്രാമ്പുമാണ് കേട്ടോ. ഞാൻ ഇതിൽ പട്ടയൊന്നും ചേർക്കുന്നില്ല, ഗ്രാമ്പു മാത്രമാണ് ചേർക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ അതവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനവിടെ ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അടുത്തതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1/4 കപ്പും കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് പതുക്കെ ബീറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം അത് നമ്മൾ നേരത്തെ ചൂടാറാൻ വച്ചിരിക്കുന്ന ആ ഒരു ഈന്തപ്പഴത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസാണ്. മൈദമാവ് ചേർത്ത് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ കളർ ഇത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കളർ വരണം കേട്ടോ. നമ്മൾ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചതോ അല്ലെങ്കിൽ ഇത് ബദാമ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത് കുറച്ച് ബദാമാണ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അധികം പൊടിഞ്ഞു പോകാതെ ഒന്ന് ചതച്ച് നമ്മൾ ചെറിയ ചെറിയ ഇതായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഒരു കേക്ക് ടിന്നിലേക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പം നമ്മൾ എപ്പോഴും ബാറ്റർ എടുത്താലും ഇത് വരുന്നത് അര ഭാഗത്തോളം മാത്രമേ ബാറ്റർ എടുക്കാവൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നിറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് അലുമിനിയം പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് വെച്ച് കൊടുത്ത് ആദ്യം നമ്മൾ ഒരു 25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് തീ കുറച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ആദ്യം നമ്മൾ 25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഉള്ളത് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മണിക്കൂർ വരെ ആവും കേട്ടോ. കാരണം 45-50 മിനിറ്റ് വരെ ആവും ഇത് വെന്ത് കിട്ടാൻ. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നല്ലതുപോലെ തണുത്ത ശേഷം കട്ട് ചെയ്യുക. ഞാൻ ഇത് വീട്ടിലത്തേക്ക് വേണ്ടി ചെയ്തത് കൊണ്ടാണ് നേരത്തെ കട്ട് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും നിങ്ങൾ നല്ലതുപോലെ തണുത്ത ശേഷം കട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനതാ ഇവിടെ ചൂടോടെ കട്ട് ചെയ്യാണ്. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈന്തപ്പഴം കേക്ക് ചെയ്യാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സമ്മാനങ്ങൾ നേടുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സമ്മാനങ്ങൾക്ക് മാത്രമല്ല, വീഡിയോ കണ്ട് വീട്ടിലെല്ലാവരും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1 രൂപ ചിലവില്ലാതെ നല്ല രീതിയിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കി പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ള് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷൻ എല്ലാവരും കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്.